ഹായ്, ഫ്ലോറിംഗ് റിവ്യൂവിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ടൈലിന്റെ വർക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അതായത് ഫസ്റ്റ് ഫ്ലോറിനകത്ത് വർക്ക് ഉണ്ടാവും, അതല്ലെങ്കിൽ കിച്ചന്റെ വാൾ ഉണ്ടാവും, ബാത്റൂം വാൾ ഉണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ വർക്ക് ഉണ്ടാവുമല്ലോ, മാർബിളിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എപ്പോൾ ചെയ്യണം എന്നുള്ള ചോദിക്കാറുണ്ട് കേട്ടോ. അപ്സ്റ്റെയർ ഉണ്ടെങ്കിൽ, ഫസ്റ്റ് ഫ്ലോർ ഉണ്ടെങ്കിൽ, അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാർബിൾ വിരിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ മാർബിൾ വിരിച്ച് കഴിഞ്ഞ് പോളിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും ചെയ്യണം കേട്ടോ. അതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. കിച്ചന്റെ വാള്, ബാത്റൂമിന്റെ വാള്, ഇതെല്ലാം ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ, കിച്ചന്റെ വാൾ എന്തായാലും നിങ്ങൾക്ക് മാർബിളിന്റെ പണി വിരിച്ചതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കിച്ചൺ റാക്കൊക്കെ വെച്ച് തരും, അതിന് ശേഷം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം, ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാം. ബാത്റൂം ആണെങ്കിൽ ബാത്റൂമിക്ക് വാളൊട്ടിച്ച് പോവാം. അടിഭാഗം ചെറിയൊരു ഭാഗം ഉണ്ടാവും, ഡോറിന്റെ ഭാഗം. ആ ഭാഗം നമുക്ക് എന്തായാലും ഫ്ലോർ വിരിച്ചതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് അതിന്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യണം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ഫ്ലോർ വിരിച്ചതിന് ശേഷം ബാത്റൂം വാളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇതൊന്നും പ്രശ്നം വെച്ചാൽ എല്ലാവരും ഒരേ സമയത്ത് കോർഡിനേറ്റ് ചെയ്ത് കിട്ടണം എന്നുള്ളതാണ്. വർക്കേഴ്സിനൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കിട്ടണം, അപ്പോഴേ ഇതെല്ലാം ഒരു കറക്റ്റ് വിധത്തിൽ പോവുള്ളൂ കേട്ടോ.